സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒലീവിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് വളരെ മോശമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. അവരെ പിന്താങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വളരെ മോശമായ ഒരു സ്ഥാപനം, അതായത് ചൂഷണം ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ 10 പെൺപിള്ളേർക്ക് പണി കൊടുക്കുന്നു, അതുപോലെ തന്നെ 10 പേരുടെ വിശപ്പടക്കുന്നു. അവർക്ക് വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ്. ഒരാളുടെ ഗതികേടിനെ ചൂഷണം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട പരിപാടി വേറെ എന്തെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കണം. ഇന്ന് ആ സ്ത്രീയുടെ വീഡിയോ കണ്ടപ്പോഴേ, അവരുടെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിയമത്തിനെ തന്നെ വെല്ലുവിളിക്കുകയാണ്. അതായത് 10 കുട്ടികൾക്ക് ഞങ്ങൾ ചോറ് കൊടുക്കുന്നുണ്ട്, 10 കുട്ടികളുടെ കുടുംബം കഴിയാനുള്ള പൈസ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ലേബർ നിയമമുണ്ട്. ആ നിയമത്തെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇവരുടെ ബിസിനസ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവരുടെ പുറകിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവരുടെ പുറകിൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും കാലം ഇതിവിടെ പിടിച്ചു നിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത് പുറത്തു കൊണ്ടുവന്ന ഒരു കൺമണി എന്ന് പറയുന്ന കുട്ടിക്ക് വധഭീഷണി, അതായത് ഭീഷണിയാണ്. അവരൊക്കെ വലിയ പണക്കാരാണ്, അവരൊക്കെ പലതും ചെയ്യും, അതൊക്കെ മോള് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവിടുന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്നത്. ഏതായാലും അത് കുറച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പൊ മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, ആ വോയിസിൽ എന്നെ വിളിച്ചിട്ടുള്ളത് ഷിജി എന്ന് പറയുന്ന ഒരാളാണ്. ആ പുള്ളിക്കാരി ഇവിടെ ഓൺലൈനിലുള്ളതല്ല, ഷോപ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ. പാലക്കാട് എന്തോ ആണെന്ന് തോന്നുന്നു വീട് എനിക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ഈ പുള്ളിക്കാരിയോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊന്നും കള്ളവല്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. അത് എന്റെ മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ ഒരു വോയിസില് ഈ ഷിജി എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുന്നുണ്ട്, കൺമണിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വിളിച്ചതാണ്, ഇത് അറിഞ്ഞപ്പോ പെട്ടെന്ന് അവർ പോലും അറിയാതെ ഞാൻ പെട്ടെന്ന് വിളിച്ചതാണ്, ഇതിനൊന്നും നിക്കണ്ട, അവര് ഭയങ്കര പിടിപാടുള്ള ആൾക്കാരാ, ഏത് രീതിയിൽ വരെ വേണമെങ്കിലും റിയാക്ട് ചെയ്യുമെന്ന്. വേറെ ആരും അല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന, അതായത് അവരുടെ ഷോപ്പില് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഷിജി എന്ന് പറയുന്ന സ്റ്റാഫാണ് എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ആ ഒരു വോയിസിൽ കൂടെ തന്നെ അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും അവരുടെ കയ്യിൽ പിടിപാടുണ്ട്, ക്യാഷ് ഉണ്ട്. എത്രയൊക്കെ കേസ് വന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും അവരേത് രീതിയിലും നേരിടുമെന്ന്. വേറെ ആരും അല്ല പറഞ്ഞ, അവിടുന്ന് ഇറങ്ങിയ ആൾക്കാരല്ല പറഞ്ഞത്. അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ് പറഞ്ഞത്. അതും വേറെ ഒരു വോയിസ് റെക്കോർഡോ അല്ലെങ്കിൽ എനിക്ക് അയച്ച റെക്കോർഡോ സംഭവങ്ങളോ ഒന്നും അല്ല, അവരിട്ട വീഡിയോയിൽ തന്നെ ഉള്ള റെക്കോർഡാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചത്. ദൈവം ഉണ്ട് മക്കളെ, ദൈവം എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവര് ആ ഒരു വോയിസ് കട്ട് ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു അവര് മറന്നതായിരിക്കും. അതായത് ഈ കമ്പനീൻ്റെ ആൾക്കാർ തന്നെ ഇന്നൊരു ഇൻ്റർവ്യൂവിലാണ് ഈ വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു ലോജിക്കുമില്ലാതെ, അതായത് എന്തോ ഒരു സ്ഥാപനം കുറേ ആൾക്കാരെയും ചേർത്തിട്ട് കുറേ ഡാൻസും കളിച്ച് ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ഢിവേഷവും കെട്ടിച്ചിങ്ങനെ കളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും ആരും ഇതിനെതിരെ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാത്തതെന്നാണ് എനിക്കൊരു അതിശയമായി തോന്നുന്നത്. അതായത് ഈ കൃത്യമായിട്ടുള്ള ചൂഷണങ്ങൾ അതാണ് നടക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, നിരവധി കുടുംബങ്ങൾ. ഞാൻ ഇന്ന് ഇവരുടെ ഒരു വീഡിയോ കണ്ടു, അതിൻ്റെ അകത്ത് പറയുന്നത് ഇന്നത്തെ ഈ കുട്ടിയുടെ ചെക്കാണ് 22,900 രൂപയാണ് ഈ കുട്ടി ഈ മാസം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അടുത്ത കുട്ടീൻ്റെ വന്നിട്ട് ഈ മാസം 22,300 രൂപ. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? അവരുടെ ശമ്പളം അവർക്ക് കൊടുക്കുക, തീർന്നു കഥ. അല്ലാതെ ആ ശമ്പളം ഇത്രയാണെന്നൊക്കെ വന്ന് വിളിച്ചു പറയേണ്ട ആവശ്യം എന്താണ്? ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ ആരും ഫ്രീ ആയിട്ടൊന്നുമല്ല. ഞാനെന്തോ ഒരു വലിയൊരു മഹത്വം ചെയ്യുന്നത് പോലെ. ഈ സ്ത്രീയുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു മഹത്വം. ഞാൻ ഇവരെ ഇവർക്ക് ഫ്രീ ആയിട്ട് 20,000 രൂപ കൊടുക്കുന്നു, ഇവർക്ക് ഫ്രീ ആയിട്ട് 30,000 രൂപ കൊടുക്കുന്നു. അങ്ങനെയുള്ള തോന്നിയവാസങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്ത് വൃത്തികെട്ട സ്വഭാവമാണ്. ഇമാതിരി വൃത്തികേട് ഫ്രോഡ് കമ്പനി അവിടുന്ന്. എന്നിട്ട് ഇപ്പോഴേ കുറേ ആൾക്കാർ രക്ഷയൊക്കെ വന്നിരിക്കുന്നത് എന്ന് മിണ്ടിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നത്, മാങ്ങാത്തൊലിയാണ് കേസ് കൊടുക്കുന്നത്. ഇത്രയും നിയമലംഘനങ്ങൾ. ഇനി ഇവർക്ക് ഒരു നിയമലംഘനങ്ങളും ഇല്ലെങ്കിൽ ഈ സ്ത്രീ എന്തിനാണ് കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നത്? കമൻറ്റ് ബോക്സ് ഒന്നും ഓണല്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടറിയാം അങ്ങോട്ട് നല്ല രീതിയിൽ വരുമെന്ന്. ഇത്രയും ജനങ്ങൾ ഈ ഒരു സ്ഥാപനത്തിനെതിരെ തിരിയണമെങ്കിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ, അവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും.
പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് കേസിന് എന്തുകൊണ്ട് പോകുന്നില്ല. ഒരു കാര്യം നിങ്ങളെ ആലോചിക്കേണ്ടത്, ഈ പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നത് യാതൊരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ അവിടെ പോയിട്ട് ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ചില ആൾക്കാർ പറയും അവർക്ക് എതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസിന് പോകണം. ഒരു മാങ്ങാത്തൊലിയും നടക്കൂല കേസിന് പോയി കഴിഞ്ഞാൽ. അതായത് കേസിന് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. വെറുതെ അവനവൻ്റെ എന്താ പറയേണ്ടത് ആ ഒരു ഇത് ഇവരതെല്ലാം ഒത്തുതീർക്കുവാണെന്ന് എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പ്രതികരണം. ഇങ്ങനെ എന്തെങ്കിലും പ്രതികരിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇനി ഇപ്പോഴവിടെ പോകുന്ന പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നവരൊന്ന് പേടിക്കും. കാരണം എന്ന് വെച്ചാൽ ഇനി കുറച്ച് ധൈര്യം വരും അവർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇനി ചൂഷണങ്ങൾ നടക്കൂല. ഫ്രീ ഫുഡാണ്, ഫ്രീ അക്കോമഡേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പൈസ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഈ ഭർത്താവാണെന്ന് പറയുന്ന ഒരു കിഴങ്ങേശ്വരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അയാൾ എന്തൊരു ഭീഷണിപ്പെടുത്തൽ, ഇതെന്തൊരു അല്ല എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇത് കേരളമല്ലേ? അല്ല എന്തൊരു ഭീഷണിപ്പെടുത്തലാന്ന്. അല്ല ഇവനൊരു രാജാവാ? ഇവനാണോ ഈ രാജാവാണെന്ന്? ഇവൻ്റെ എന്തോ ഇവന് രാജാവും ഞാനെന്തോ പ്രജകളും എന്ന് പറഞ്ഞ പോലെ ഇവന് എനിക്ക് തോന്നുന്നത് ഈ ഒലീവിയ എന്ന് പറഞ്ഞിട്ട് ഒരു സാമ്രാജ്യം, അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഇവനെ അനുസരിച്ച് ജീവിക്കുന്ന കുറേ പ്രജകൾ ഇങ്ങനെ തൊഴുത് ജീവിക്കണം അവിടുന്ന്. ഇത് ഏതാ നൂറ്റാണ്ട്? 21-ാം നൂറ്റാണ്ടായി ഇത്. എന്നിട്ടും ഇങ്ങനെ തൊഴുത് ജീവിക്കുന്ന ആൾക്കാരാ. അല്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ഈ സ്ഥാപനം പൂട്ടിക്കെട്ടണം, ഇല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പഠിക്കണം. അതാണ് വേണ്ടത്. കൃത്യമായിട്ട് ശമ്പളം, ഇത് കമ്മീഷൻ എന്തോ ഒരു വലിയൊരു സംഭവം കൊടുക്കുന്നത് പോലെയാണ്. ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം, അതിന് സാലറി ഉണ്ടായിരിക്കണം. അതെന്ന് പറയുന്നത് ഇനിയിപ്പം പിന്നെ 5,000 ആയാലും 10,000 ആയാലും എത്രയായി കഴിഞ്ഞാലും നമ്മളെ ഒരു ലേബർ നിയമമുണ്ട്. ആ നിയമത്തിൽ സാലറി കൊടുത്തിരിക്കണം. അല്ലാതെ അവിടെ വന്നിട്ട് തോന്നിയവാസങ്ങൾ കളിക്കുന്നു. അതിന് ഇന്ന് പിന്നെ ഏതൊരു ചാനലിൽ ഞാൻ കണ്ട്, നിങ്ങളുടെ സ്ഥാപനം തകർക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്നു. എന്തൊരവസ്ഥയാണിത്? ഇത്രമാത്രം തെണ്ടിത്തരം കളിച്ചിട്ട് പിന്നെയും ഭീഷണിപ്പെടുത്തുന്ന ജനങ്ങളെ തോന്നിയവാസങ്ങൾ മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ജനങ്ങളെ പിന്നെയും വെല്ലുവിളിക്കുന്നത് വളരെ മോശമായ അവസ്ഥ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജാതി ചോദിക്കുന്നു, മതം ചോദിക്കുന്നു, കളറ് ചോദിക്കുന്നു, ഈ കറുത്തവരെയും വെളുത്തവരെയും തരംതിരിക്കുന്നു. വളരെ എന്താ പറയേണ്ടത് ഇത് പിന്നെ അയ്യോ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഇതൊന്നും ഒരിക്കലും വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തണം. ഇങ്ങനെയുള്ള മേലാളന്മാരെയൊക്കെ വെച്ച് പൂട്ടണം അവിടെ വെച്ചിട്ട് തന്നെ. ഇനിയും കേരളത്തിൽ ഇമാതിരി തോന്നിയവാസവും കൊണ്ട് ഒരുത്തനും വരാൻ പാടില്ല. ഈ ജാതി ചിന്തയും അതുപോലെ തന്നെ കളർ ചിന്തയും ഇതൊക്കെ കൊണ്ട്. ഇതിപ്പോൾ സത്യഭാമ പറഞ്ഞതുപോലെയാണല്ലോ. സത്യഭാമ തുറന്നു പറഞ്ഞു, ബാക്കി എല്ലാവരും മനസ്സിൽ വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. ഭയങ്കര ഒരു അവസ്ഥ തന്നെ. കളറൊക്കെ ചോദിക്കുന്നത് അത് മനസ്സിലായിന്. എന്താ വെച്ചാൽ ഈ റീൽസൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ സ്റ്റൈലിൽ മുമ്പിള്ളറ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവാണ്. പക്ഷെ തോന്നിയവാസല്ലേ അത് തോന്നിയവാസല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കളറും നോക്കിയിട്ട് ആൾക്കാരെ തരംതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വൃത്തികെട്ട ഒരു പരിപാടി ഉണ്ടാ. എന്നിട്ട് അവിടെ ഒരു പിന്നെ എന്താ പറയണ്ടേ ഇത് പിന്നെ അതാ ശമ്പളം കൊടുക്കൽ, അതുപോലെ തന്നെ വീട്ടുകാരെ രക്ഷപ്പെടുത്തൽ, പിന്നെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർക്ക് ജോലി. ഇതെന്തോ ഒരു പുണ്യകർമ്മം നടത്തുന്നത് പോലെ. ഇത് ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ നടത്തുന്നത്, അല്ലാതെ പുണ്യസ്ഥാപനമല്ല. അതാദ്യം ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു വരുന്ന ചില യൂട്യൂബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, അല്ലാതെ തോന്നിവാസികളുടെ ഭാഗത്ത് നിൽക്കരുത്. ഇപ്പോഴും ചില ആൾക്കാർക്കൊരു വിചാരം ഉണ്ടാവും ഇവരെ അങ്ങ് പിന്നെ പിന്താങ്ങാം, ഇവരെ പിന്താങ്ങി കഴിഞ്ഞാൽ വല്ലതും നടക്കുന്നു. ഒരു തേങ്ങാക്കൊലിയും നടക്കാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കി. ഇത്രയും പിള്ളേരെ ഈ ചൂഷണം ചെയ്തിട്ട്, അതായത് പാവപ്പെട്ട കുട്ടികളാ. ഇപ്പോഴതിൻ്റെ അകത്ത് പറയുന്നില്ലേ, കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ട് കണ്ണൂർ കോഴിക്കോട് നിന്നൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരുണ്ട് പോലും. അവരൊക്കെ എന്ത് പാവം ചെയ്ത് അവിടുന്ന് ആലോചിച്ച് നോക്കണം അവിടുന്ന്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ പൂട്ടാനോ ഇതാക്കാനോ ഒന്നല്ല പറയുന്നത്. കൃത്യമായിട്ട് നടപടി എടുത്തിട്ട് ഇത് ഇനിയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.